നിങ്ങൾക്ക് വാക്ക് തരുന്നു, പുന്നൂർ പെട്ടിപ്പാലം പരിസരത്ത് 5 സെന്റ് ഭൂമിയെങ്ങാനും ജമാഅത്തെ ഇസ്ലാമിക്ക് സ്വന്തമായുണ്ടെങ്കിൽ ആരാണോ അതിന്റെ രേഖയുമായി വരുന്നത് അയാൾക്കത് തിരഞ്ഞെടുത്ത് കൊടുക്കുവാൻ ഞങ്ങൾ ഇത് വാഗ്ദാനം ചെയ്യുകയാണ്. അത്രത്തോളം ഞങ്ങൾക്ക് ഉറപ്പിച്ചു പറയുവാൻ സാധിക്കും, ആ പ്രദേശത്ത് ജമാഅത്തെ ഇസ്ലാമിക്ക് ഭൂമാഫിയ താല്പര്യമില്ല. കാരണം തലശ്ശേരി നഗരത്തിൽ അത് ആർക്കാണെന്ന് ഇവിടെയുള്ള കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം. തികച്ചും പാരിസ്ഥിതിക വിരുദ്ധ രീതിയിൽ നമ്മുടെ തലശ്ശേരി നഗരത്തിന്റെ 4 പുറത്തുമുള്ള ചതുപ്പുകളൊക്കെ നികത്തി കണ്ടൽക്കാടുകളൊക്കെ വെട്ടിയിട്ട് ആധുനിക മുതലാളിത്തത്തിന്റെ ഉപഭോഗശീലമുള്ള തന്തൂരി ചിക്കനും അതുപോലുള്ള സംവിധാനങ്ങൾ ഒരുക്കുവാനുള്ള കൊമേഴ്ഷ്യൽ കോംപ്ലക്സുകളൊക്കെ എടുത്തത് ആരാണെന്നും അതിന്റെ നടത്തിപ്പുകാരാരാണെന്നും അതിന്റെ ഫണ്ടിങ്ങുകാരാരാണെന്നും തലശ്ശേരിയിൽ സാധാരണ പാവപ്പെട്ട ജനങ്ങളെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തലശ്ശേരിയിൽ ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം അതിലിവിടെ ഈ പറഞ്ഞ അർത്ഥത്തിലുള്ള ഇതൊരു താല്പര്യമല്ല എന്ന് ജനങ്ങൾക്കറിയാവുന്ന സംഗതിയാണ്. നാളിന്നേ വരെ എല്ലാ ബഹുജന സമരങ്ങളിലും ഇടപെട്ടതുപോലെ ഈ തലശ്ശേരിയിലെ പുന്നൂർ പെട്ടിപ്പാലത്തെ സമരത്തിലും ജമാഅത്തെ ഇസ്ലാമി ഇടപെടും, വിജയം വരെയും സമര പോരാളികൾക്കൊപ്പം ഉണ്ടാകും എന്ന് പറയുകയാണ്. അതോടൊപ്പം ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന ഒരാവശ്യം എന്ന് പറയുന്നത് ഇത്രത്തോളം നീതീകരിക്കാവുന്ന ഒരു സമരത്തെ രമ്യമായ രീതിയിൽ പരിഹരിക്കേണ്ടതുണ്ട്, അതിന് മുമ്പോട്ട് വരേണ്ടതുണ്ട്. അങ്ങനെ പരിഹരിക്കുന്നിടത്ത് ജമാഅത്തെ ഇസ്ലാമി ആവശ്യപ്പെടുന്നത് തികച്ചും മാനുഷികമായ പരിഗണന വെച്ചുകൊണ്ട് പുന്നൂർ പെട്ടിപ്പാലത്ത് ഒരു മാലിന്യം നിക്ഷേപിക്കുകയില്ല എന്നുള്ള വ്യക്തമായ ഉറപ്പ്, സാധാരണ വാക്കാലുള്ള ഉറപ്പല്ല. ഒരുപാട് യോഗങ്ങളിലും ഒരുപാട് സംയുക്ത മീറ്റിങ്ങുകളിലും സമരക്കാരെ കൃത്യമായി വഞ്ചിച്ച ചരിത്രം മാത്രമേ നഗരസഭക്കും ബന്ധപ്പെട്ടവർക്കുമുള്ളൂ. അത് പാടില്ല. കൃത്യമായ രീതിയിൽ ഇനി ഒരിക്കലും തന്നെ പെട്ടിപ്പാലത്ത് മാലിന്യം നിക്ഷേപിക്കുകയില്ലെന്ന ഉറപ്പ് ഇവിടെയുള്ള സമര പ്രവർത്തകർക്ക് സമര മുന്നണിക്ക് നൽകിയിട്ട് പ്രശ്നം പരിഹരിക്കുവാനുള്ള മാർഗം ആരായേണ്ടത് യഥാർത്ഥത്തിൽ നഗരസഭ അധികൃതരും അതുപോലെ തന്നെ ബന്ധപ്പെട്ടവരുമാണ്. അതുപോലെ തന്നെ സമരങ്ങളെ മറ്റ് പല രീതിയിലും നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു. നമുക്കറിയാം, ഇവിടെ അമ്മമാരും കുട്ടികളുമൊക്കെ നഗരസഭയ്ക്ക് മുമ്പിൽ ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടു വരുന്നത് കയ്യേറ്റമായും അതുപോലെ തന്നെ അക്രമമായും ചിത്രീകരിച്ച് അവരെയൊക്കെ കള്ളക്കേസുകളിൽ കുടുക്കുന്ന പ്രവണത വർദ്ധിച്ചു വരികയാണ്. യഥാർത്ഥത്തിൽ ഒന്ന് മനസ്സിലാക്കണം, നേരത്തെ ഒരുപാട് സമരങ്ങളൊക്കെ നയിച്ചും സഹിച്ചും പാരമ്പര്യമുള്ളവർ തന്നെയാണോ നമ്മളത് ഒന്ന് ഉറക്കെ പരിശോധിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഈ സമരത്തിൽ ന്യായമായതല്ലാത്ത ഏതെങ്കിലും രീതി കാണുവാൻ നമുക്ക് സാധ്യമാണോ? കാരണം ന്യായവും നീതിയും കയ്യിലുള്ള കാലത്തോളം ഒരിക്കലും ശരീരഭാഷ കൊണ്ടോ അക്രമം കൊണ്ടോ ഇവിടെ കാര്യങ്ങളെ നിദർശിക്കേണ്ടതില്ല. സമരക്കാരെ സാധാരണ രീതിയിൽ ആളുകൾ ശരീരഭാഷ കൊണ്ടും അക്രമത്തിലേക്കും കടന്നു പോകുന്ന ആശയ ദാരിദ്ര്യം ഉണ്ടാകുമ്പോഴാണ്. ആശയപരമായ ദാരിദ്ര്യം, അടിത്തറ ഇല്ലായ്മ, അങ്ങനെയുള്ള സംഗതികൾ ഉണ്ടാകുമ്പോഴാണ് ശരീരഭാഷ കൊണ്ട് ആളുകൾ പറയുക. അക്രമങ്ങൾ അങ്ങനെ ഉണ്ടാകുന്നു. നമ്മുടെ നാട്ടിൽ നടന്നു വരുന്ന മിക്ക അക്രമ സംഭവങ്ങളിലും മിക്കവാറും ഈ അർത്ഥത്തിലുള്ള പരിണിതിയാണ് ഉണ്ടാകാറുള്ളത്. ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം, സമര മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നീതിയുണ്ട്, ന്യായമുണ്ട്, ന്യായവിധികളുടെ പകർപ്പുകളുണ്ട്, അംഗീകാരമുണ്ട്, തലശ്ശേരിയിലെ ബഹുജനങ്ങളുടെ സപ്പോർട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ശരീരഭാഷ കൊണ്ട് പറയേണ്ട ആവശ്യമില്ല. ഏത് സന്ദർഭത്തിലും എവിടെയും ഉച്ചസ്ഥലം പറയുവാൻ സാധിക്കും. ഞങ്ങൾക്ക് അവിടെ ജീവിക്കുവാനുള്ള അവകാശമുണ്ട്. ഞങ്ങൾക്ക് ശുദ്ധവായുവും ശുദ്ധവെള്ളവും ഒക്കെ ഞങ്ങൾക്ക് ലഭിച്ച പ്രകൃതിയുടെ വരദാനമാണ്. അത് നിഷേധിക്കുവാൻ ഒരു ഭരണകൂടത്തിനും സാധ്യമല്ല. അങ്ങനെ ഒരു ഭരണകൂടം മുമ്പിൽ വന്നാൽ അതൊരിക്കലും പൊറുപ്പിക്കില്ല എന്ന് അവിടുത്തെ ജനങ്ങൾ പറയുമ്പോൾ അത് അംഗീകരിക്കുക എന്നതാണ് ധാർമ്മിക ബോധമുള്ള, രാഷ്ട്രീയ ബോധമുള്ള, വസ്തുതകളെ യഥാവിധി ഗ്രഹിക്കുന്ന ആളുകളുടെ ബോധ്യത്യം എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമര മുഖത്തെയും അതുപോലെ ജമാഅത്തിന്റെ സമരവുമായി ബന്ധപ്പെട്ട നിലപാടുകൾ വിശദീകരിക്കുന്ന ഈ സമര വാഹന ജാഥ ദൈവനാമത്തിൽ ഉദ്ഘാടനം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ ബഹുമാനങ്ങൾ.